ഇന്ന് നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കിയത്. ആവിയേറ്റിയ ബ്രെഡിൽ നിന്ന് ജസ്റ്റ് പീസിലില്ല. സൂപ്പർ. ഇതിൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് മനസ്സിലാവും. വാ, ഇപ്പം ഇന്ന് നമ്മളൊരു സ്പെഷ്യലായിട്ട് ഫിഷ് കറി ഉണ്ടാക്കാൻ പറയാം. ഫിഷ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് മോളി നാട്ടിലെ സ്പെഷ്യലായിട്ടാണ് തേങ്ങാപ്പാലൊക്കെ വെച്ചുണ്ടാക്കുന്ന. ബാ, അപ്പോൾ ഈ ഫിഷ് മോളിയുടെ പിറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. പഴയ ഒരു സ്റ്റോറിയാണ്, ഞാൻ പറയാം. തമാശയായിട്ട് എടുത്താൽ മതി. ഇതിന് പണ്ട് പോർച്ചുഗീസുകാർ കൊച്ചിയിൽ വന്നപ്പോൾ, ഞാൻ കൊച്ചിക്കാരനാണ്, പണ്ട് കൊച്ചിക്കാർ വന്ന് കൊച്ചിക്കാർ സ്പെഷ്യൽ അഹങ്കാരമാണ് ഈ ഫിഷ് മോളി എന്ന് പറഞ്ഞിട്ട്. കൊച്ചിയിൽ വന്നപ്പോൾ മീൻകറി ഉണ്ടാക്കുമായിരുന്നു. മീൻകറി നല്ല സ്പൈസി ആയിട്ടാണ് അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം അന്നത്തെ സ്പൈസിനെസ് ഈ പോർച്ചുഗീസുകാർക്ക് എത്ര കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അന്നേരമാണ് അടുക്കളയിൽ മോളി ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ടായിരുന്നു. ആ ചേച്ചിയാണ് ഇവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ വിചാരിച്ചു കുറച്ച് സോഫ്റ്റ് ആക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ സ്പെഷ്യൽ സാധനമായിട്ട് തേങ്ങാപ്പാൽ യൂസ് ചെയ്യാമെന്ന് ഓർത്തു. അങ്ങനെയാണ് മോളി ചേച്ചി തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത്. ഈ മുളക് പൊടിക്ക് പകരം തേങ്ങാപ്പാൽ ഉപയോഗിച്ച് പച്ചമുളകും കുരുമുളകും മാത്രം ഇട്ട് നമ്മുടെ ഏലക്കായും കറുകപ്പട്ടയും പിന്നെ സ്റ്റാർ അനീസും ബേലീസും ഒക്കെ ഇട്ടിട്ടൊക്കെയാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് അവർ ഉണ്ടാക്കുന്നത്. പിന്നെ അതിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, സായിപ്പ്മാർക്ക് ഇഷ്ടമായി, ഫോറിനേഴ്സ് അല്ല, ഈ ക്രീമി ടെക്സ്റ്റ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം അങ്ങനെ അവർ ഈ കറിക്ക് എന്താ പേരെന്ന് വെച്ചപ്പോൾ മോളി ചേച്ചിക്ക് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും കിട്ടിയില്ല. സായിപ്പ്മാരിട്ട പേരാണ് മോളിയാണ്. മോളി ഉണ്ടാക്കിയ കറിയല്ലേ, അതുകൊണ്ട് ഫിഷ് മോളി എന്നാക്കാമെന്ന് ഓർത്ത് അവർ ഫിഷ് മോളി കറി. ഇന്നിപ്പോൾ എല്ലാവരും ഫിഷ് മോളി എന്നറിയപ്പെടുന്ന എൻ്റെ പിറകിലെ കഥ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാവുന്നൊരു കഥ ഇതാണ്. നിങ്ങൾക്കറിയാൻ ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഒരു കഥ അറിയുന്നുണ്ടെങ്കിൽ ഇതിന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ തക്കാളിയൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കുന്ന കറിക്ക് എവിടെ നിന്ന് കഥ വന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. ഇഷ്ടപ്പെട്ട കറി ഉണ്ടാക്കുന്നു, കഴിക്കുന്നു. പിന്നെ ഇതിന് ഏറ്റവും കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആവിയേറ്റിയ ബ്രെഡാണ്. ആവിയേറ്റിയ ബ്രെഡ് എന്ന് പറയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ കഥയും റെസിപ്പിയും ഫുഡൊക്കെ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓരോന്ന് ട്രൈ ചെയ്യുക, എൻജോയ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക.